അമേരിക്കയിൽ പഠിക്കാൻ പോയ പല ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇപ്പോൾ ഇടത് സംഘടനകളെയും മുസ്ലിം സംഘടനകളെയും തെറി വിളിക്കുകയാണ്. അമേരിക്കയിൽ പാലസ്തീൻ എന്ന് മിണ്ടിയാൽ ട്രംപ് പിന്നെ ആരാണ് എന്നൊന്നും നോക്കില്ല, നാട് കടത്തിയിരിക്കും. ട്രംപിന്റെ ഈ നിലപാട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാര ആയിരിക്കുന്നത് അമേരിക്കയിൽ പഠിക്കാൻ പോയ ഇന്ത്യക്കാർക്കാണ്. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളില്ല. അമേരിക്ക മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഞെട്ടുന്നത് ഇടത് ജിഹാദി വിപ്ലവ വിദ്യാർത്ഥികളാണ്. തുടർച്ചയായി പലതവണ പലസ്തീന് ജയ വിളിച്ച വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കേസ് നടത്താൻ സംഘടനകൾ പണം നൽകുന്നതിനാൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ പിന്തുണയുള്ള മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം അവിടെ കേസിന്റെ ഫലം പുറത്തു വരുന്നതുവരെ നിൽക്കാൻ കഴിയുന്നുണ്ട്. പലസ്തീൻ അനുകൂല അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മനസ്സിലും ഇസ്ലാമിക ഇടത് സംഘടനകളാൽ തങ്ങൾ വഞ്ചിതരായി എന്ന വികാരമാണ് ഇപ്പോഴുള്ളത്. കാരണം അവിടെ പ്രക്ഷോഭകാരികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യനീതി കിട്ടുന്നില്ല എന്നത് തന്നെ. ഹാർവാർഡ്, യേൽ, കാലിഫോർണിയയിലെ ബർക്കിലി, ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ജോർജിയയിലെ എമറി തുടങ്ങിയ അമേരിക്കൻ സർവകലാശാലകളെല്ലാം ഇസ്രയേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ വേദികളായിരുന്നു. അമേരിക്കയിൽ പലസ്തീൻ അനുകൂല രോഷപ്രകടനങ്ങൾക്ക് പേരുകേട്ട സർവകലാശാലയായിരുന്നു ഹാർവാർഡ് സർവകലാശാല. പാലസ്തീൻ അനുകൂലികളായ രാഷ്ട്രീയക്കാരും ഇസ്ലാമിക തീവ്രവാദ വിദ്യാർത്ഥി സംഘടനകളും ലിബറലുകളും ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡെമോക്രാറ്റിക് ഭരണകാലത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളും പലസ്തീൻ അനുകൂല സമരങ്ങളാലും പ്രകമ്പനം കൊണ്ട ക്യാമ്പസ് ആയിരുന്നു ഹാർവാർഡ്. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ പലസ്തീൻ അനുകൂല നേതാക്കളെ മുഴുവൻ അവിടെ നിന്ന് പൊക്കുകയായിരുന്നു. നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇതിന്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വന്നു. ഡോക്ടറേറ്റ് പഠനത്തിൽ ഏർപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും പഠനം ഇടയിൽ വെച്ച് നിർത്തി നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ അമേരിക്കൻ സ്വപ്നം തകരുകയായിരുന്നു. എന്തായാലും ഇന്ത്യയിലെ ഇടത് ചിന്തകളുള്ള വിദ്യാർത്ഥികളുടെ കാറ്റ് ഏകദേശം പോയ പോലെയാണ്. പലസ്തീനും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്നാൽ മതി എന്ന ചിന്താഗതിയിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ. പക്ഷേ സമയം വൈകി. ഇപ്പോൾ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തേണ്ട കാര്യമില്ല. സമൂഹ മാധ്യമങ്ങളിൽ പലസ്തീൻ അനുകൂലമായുള്ള പോസ്റ്റിന് ഒരു ലൈക്ക് അടിച്ചാൽ പോലും അമേരിക്കയിൽ ഉപരിപഠനം നടത്താനുള്ള വാതിലടയും. ബിരുദദാന ചടങ്ങുകളിൽ പലസ്തീന് അനുകൂലമായി പ്രഭാഷണം നടത്തുന്നത് അതിവിപ്ലവകാരികളായ വിദ്യാർത്ഥികളുടെ ഫാഷനായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പലസ്തീൻ അനുകൂല പ്രസംഗം നടത്തിയ സെസിലിയ കൾവർ എന്ന വിദ്യാർത്ഥിനിയെ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കി. ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്നു എന്നതിന്റെ പേരിലായിരുന്നു സർവകലാശാലയ്ക്കെതിരായ വിദ്യാർത്ഥിനിയുടെ വിമർശനം. പക്ഷേ സെസിലിയയെ മണിക്കൂറിനകം പുറത്താക്കിയത് ഒട്ടേറെ വിപ്ലവ വിദ്യാർത്ഥികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഞെട്ടുകയാണ് ഇടത് ജിഹാദി വിപ്ലവ വിദ്യാർത്ഥികൾ. എന്തായാലും അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇതോടെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നിശേഷമില്ലാതായിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.